അത് ഇപ്പോഴല്ലേ വന്നത്, ഇപ്പോഴാണ് വന്നത്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി? രാഷ്ട്രീയ രംഗത്തുള്ള പലരെക്കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി പറയും ഇല്ലേ? ശത്രുത കൊണ്ട് പറയും, ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയും, പല രീതിയിൽ പറയും. ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടുകൂടി പരിശോധിക്കും. അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ? അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലാത്ത തെറ്റ് ചെയ്യാത്ത എത്രയോ പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരും വന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് CBI കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടുണ്ട്. എന്നിട്ട് അവസാനം കോടതി എന്താ പറഞ്ഞത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു. അവരൊക്കെ അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു. അപ്പം ഇത് നമ്മൾ പരിശോധിച്ച് പാർട്ടി തന്നെ പരിശോധിക്കും. പാർട്ടി കോടതിയൊന്നും ആവുമല്ല. പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി പാർട്ടി ചെയ്യും. തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിൽ നിരവധി ആരോപണങ്ങൾ. കാരണം താങ്കളാണ് സംരക്ഷിച്ചത്, താങ്കൾക്ക് നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്, KPCCക്ക് 3 വർഷത്തിന് മുമ്പ് പരാതി നൽകിയിട്ടുണ്ട്. അതിനുശേഷവും ഈ ആരോപണ വിധേയന് നിരന്തരം പദവികൾ നൽകി. എനിക്ക് ഒരു പരാതി താങ്കൾക്കെതിരെ ആരോപണം വരുന്നുണ്ട്. അതുകൊണ്ട് അല്ല, അത് നിങ്ങളുടെ കൈരളിയിൽ വരുന്ന ആരോപണമായിരിക്കും. എനിക്കറിയില്ല. ACCക്ക് പരാതി കിട്ടിയത് എനിക്കറിയില്ല. അല്ല, ഞാനെങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ ആരോപണമില്ല. അല്ലല്ല, കൈരളിയിലെ ചോദ്യം ആരോപണത്തിന് മുൻമുനയിൽ നിർത്തുന്ന തരത്തിൽ അങ്ങാണ് സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ 3-3.5 വർഷമായി പരാതി ലഭിച്ചിരുന്നു. അന്നെല്ലാം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു എന്നാണ് വിമർശനമായി വരുന്നത്. ഒരു വിമർശനമില്ല. എന്റെ മുമ്പിൽ വന്ന പരാതി, ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്നാ. എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല. എന്റെ നിയോജകമണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതൊരു മെസ്സേജ് അയച്ച വിഷയം. അവര് മെസ്സേജ് അയച്ചെന്ന് ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ. നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്കുവാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്? നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുന്നതാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം വേണേ നിങ്ങളുടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ, എന്നോട് ചോദിക്കണം. എന്താണ് പറയുന്നത്? ഈ കാര്യം അതായത് ഞങ്ങളുടെ 2 സഹപ്രവർത്തകർക്കും സമാനമായ തരത്തിലുള്ള ദുരനുഭവം നേരിട്ടും ഗതികേടുകൊണ്ട് പരാതിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവർ. അല്ല, നിങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, നിങ്ങളാരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരായ നിങ്ങളെ എന്നെയും കാണുന്നത്, നിങ്ങൾക്ക് പോലും ഒരു പരാതി എന്നോട് പറയാനുണ്ടായില്ലല്ലോ. ഇതിലൂടെ ചോദിച്ചില്ല. ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. അല്ല, നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കി. ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴിടപെടും. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ, താങ്കളുടെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല. ഒരു വിട്ടുവീഴ്ച. പിന്നെ പ്രോത്സാഹിപ്പിക്കൽ, രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അവരെല്ലാം മിടുമിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ്, നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിന്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും. അത് നമ്മൾ ചെയ്യും. ഈ ആരോപണം കേട്ടതിന് ശേഷമാണ് ഈ രാഹുലിന്റെ പരാതി വന്നത്. എന്ത് നടപടിയാണ് നേരത്തെ ഈ പരാതി എപ്പോഴാണ് താങ്കളുടെ മുന്നിലേക്ക് വന്നത്? എന്ത് നടപടിയാണ് താങ്കൾ? അല്ലെന്ന് ഇപ്പോഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത്. ഗൗരവത്തോടു കൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത്. ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ. ഇന്നലെ അല്ല, അത് അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. നീ വീണ്ടും ആവർത്തിച്ച് പറയണം. 3 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒരേ ചോദ്യത്തിന് 3 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു. അല്ലല്ല, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ്. നമുക്ക് വല്ലതും പറയാം. ജയത്തെ പറ്റി ആരോപണമുണ്ട്. കാര്യമൊന്നുമില്ല. അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലെന്ന് കണ്ടുപിടിച്ചു.